السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇൽമ കേൾക്കാൻ കൊതിയുള്ള ആളുകളായി മാറി. ഇൽമ പറയാനും എപ്പോഴും അത് പ്രചരിപ്പിക്കാനുമുള്ള വലിയ ഭാഗ്യം നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു നൽകട്ടെ. മക്കളൊക്കെ നന്നാകണം, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മക്കളായി മാറണം. അതിന് കല്യാണം കഴിക്കാത്ത കൂട്ടുകാരുണ്ടാവും, കല്യാണം ശരിയാകാത്ത പെണ്ണുങ്ങളുണ്ടാവും. ഇവർക്കൊക്കെ വിവാഹം ശരിയാകണം. എന്തും ശരിയാവും. നമ്മൾ മറ്റൊരാളുമായി മീറ്റ് ചെയ്യുമ്പോൾ അത് അലസിപ്പോകാറുണ്ട് പലപ്പോഴും. വിവാഹ ആലോചന നടത്തി പെണ്ണ് കാണാൻ വരിക, പെണ്ണിനെ കാണാൻ പോവുക, അവിടെ എത്തുമ്പോൾ അത് അലസിപ്പോവാണ്. ഒന്നുകിൽ നമ്മുടെ മനസ്സ് ശരിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എന്തോ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നില്ല. അങ്ങനെ ഏത് കാര്യവും പകുതിയിലായി പോവുക. ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയും നമ്മെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇങ്ങനെ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് കടം ചോദിക്കാൻ നമ്മൾ പോകുമ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയുന്നില്ല. അയാളുടെ മനസ്സിലേക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ അത്യാവശ്യം അയാൾക്ക് ബോധ്യപ്പെടുന്നില്ല. ഇങ്ങനെ പലതും ഉണ്ടാവും. നമ്മൾ ചോദിക്കുമ്പോൾ എടുത്തു തരാനുള്ള ഒരു തോന്നൽ അള്ളാഹു ഇട്ടുകൊടുക്കണ്ടേ? നാം ചെല്ലുന്നിടത്ത് നാം സമീപിക്കുന്ന അധികാരികൾ നമ്മോട് മയത്തോടെയും അനുഭാവത്തോടെയും അനുതാപത്തോടെയൊക്കെ പെരുമാറണമെന്നുണ്ടെങ്കിൽ, നമ്മളോട് ആദരവ് തോന്നാൻ വേണ്ടി നാം സമീപിക്കുന്ന അധികാരികൾ അല്ലെങ്കിൽ വ്യക്തികൾ, നമുക്കാവശ്യമുള്ളവർ നമ്മോട് അനുഭാവത്തോടെ പെരുമാറാൻ, അവർക്ക് നമ്മോട് ആദരവുണ്ടാകാൻ എന്താ അവസ്ഥ അതെ ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മളൊരിടത്ത് പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാൻ, നമുക്ക് ആ കാര്യം അവർ ചെയ്തു തരാൻ, ഓഫീസിൽ പോയാൽ അവർക്ക് സമയമില്ല, തിരക്കാണ്, നാളെ വാന്ന് പറയാതിരിക്കാൻ, നമ്മൾ ചെല്ലുന്നിടത്ത് പോയി ചെലവ് ചെയ്ത് മണിക്കൂറുകൾ യാത്ര ചെയ്ത് എത്തിയ സ്ഥലത്ത് നിന്ന് നമ്മൾ നിരാശരായി മടങ്ങാതിരിക്കാൻ മതി. ഈ ആമുഖത്തിന്റെ എക്സ്പ്ലെയിൻ ഒന്ന് വർദ്ധിച്ചോ എന്നൊരു സംശയമുണ്ട്. എന്നാ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മറ്റുള്ളവർക്ക് നമ്മോട് ആദരവ് തോന്നാൻ മൊത്തത്തിൽ നാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ സൂറത്തിനെ 3 വട്ടം ഓതിയാൽ അവനെ എല്ലാവരും ഇഷ്ടപ്പെടും. അവനെ വേണ്ടാത്തവരാരും ഉണ്ടാവില്ല. ദിവസവും ചെയ്യാം, അല്ലെങ്കിൽ ഒരിടത്തേക്ക് പോകുമ്പോൾ പ്രത്യേകമായി അത് ചെയ്യാം. ഒരു ഓഫീസിന് മുന്നിലെത്തിയാൽ അതിനകത്ത് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ചൊല്ലി ഈ വിദ്യ ചെയ്യാം. ഈ സൂറത്തിനെ 3 വട്ടം ഓതി എന്നിട്ട് ശരീരത്തിലേക്ക് ഊതുക, കൈക്കും ഊതുക, കയ്യിലൂതി മുഖത്ത് തടവാം. അങ്ങനെ അകത്തു പോയാൽ അവന്റെ മുഖം കാണുമ്പോ തന്നെ സലാം വെക്കും. അവന് ഏത് കാട്ടുജീവിയായാലും അവനെ ഒന്ന് നോക്കും, അവനോടൊരു ദയ തോന്നാൻ അള്ളാഹു അവന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സൂറത്ത് ഏതാണ്? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ വചനങ്ങളടങ്ങിയ ഖുർആനിന്റെ ആദ്യം ഇറങ്ങിയ ഭാഗങ്ങളുള്ള ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ സൂറത്താണ് ഓതേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇതിനെ 1 വട്ടം ഓതി തന്ന് ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തിന് സൂറത്തുൽ അലഖ് എന്നാണ് പേര്. അലഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത്. ഭ്രൂണത്തിൽ ഭ്രൂണം ഉണ്ടല്ലോ, അതിങ്ങനെ ഗർഭപാത്രത്തിന്റെ മുകളിൽ ഒട്ടി ഇങ്ങനെ ഫാന് തൂങ്ങിക്കിടക്കുന്നത് പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ്. ഇതിപ്പോ ടെലസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കാണും. ടെലസ്കോപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ
6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞ വാക്കാണിത്. ചില ആളുകൾ യുക്തിവാദത്തിലേക്ക് പോയി ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗക്കാരോട് സംസാരിച്ച ആ പഴയ വാറോല ഇന്ന് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാറുണ്ട്. എന്നാ ഇന്ന് നിങ്ങൾ പറയുന്ന ഈ വെസ്റ്റേൺ യുഗം ഉണ്ടല്ലോ, ഈ അഡ്വാൻസ്ഡ് വേൾഡ്, ഇതെങ്ങനെ പുരോഗതിയിലെത്തി കണ്ടുപിടിച്ചു. മനുഷ്യൻ ചിന്തിച്ച് അവർ എത്തുന്ന അവരുടെ കണ്ടുപിടുത്തത്തിന്റെ തലങ്ങളിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവരൊന്നും മെല്ലെ ഖുർആൻ നോക്കും. ഖുർആനിൽ ഇത് പണ്ടേ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഖുർആനിൽ ഇങ്ങനെ ശാസ്ത്രീയ സത്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ നമ്പരിട്ട് പറഞ്ഞു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ സൂചനകൾ അടങ്ങിയിട്ടുണ്ട്. ക്ലൂസ് എത്രയോ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന, അതിലേക്ക് ദിശ കാണിച്ചു തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അതിലടങ്ങി വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ സൂറത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മതം വിട്ട ചില പയ്യൻസ് അവരിങ്ങനെ ഖുർആനെ നോക്കി കൊഞ്ഞണം കുത്തുക. അവന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവന് നല്ല പ്രഭാഷകനാണ്. നമ്മുടെ നാട്ടില് ബന്ദിയോട് എന്ന് പറയുന്ന കാസർഗോഡിലെ ഒരു സ്ഥലത്ത് ആ ചെക്കൻ പണ്ട് പ്രസംഗിക്കാൻ വന്നിരുന്നു. മീശയും താടിയൊന്നും ഇല്ലാതെ അത്ഭുത ബാലനായി കൊണ്ടുവന്നു. എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ആ കുട്ടി തിരിച്ചു വരും. എന്തോ ചെറിയ പറ്റിയതാണ്. തന്നെ എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്ന് നിർത്തി ആ പഴയ കാലം മീശ മുളച്ചപ്പോ ഇല്ലാന്നാണ് ആ കുട്ടിക്ക് ഇപ്പൊ തോന്നുന്നത്. അത്ഭുത ബാലനായി, മീശയില്ല, താടിയില്ല, കൊച്ചു ചെക്കനിതാ നൗഷാദ് ബാക്കഫിയെ പോലെ ഇങ്ങനെ കാതിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞു നിന്നങ്ങ് കലക്കം പ്രസംഗം നടത്തുന്നു എന്നും പറഞ്ഞ് എല്ലാ വേദികളിലും കൊണ്ട് ആനയിച്ച് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുവന്ന് വലിയ ഉസ്താദുമാരുടെ മുമ്പിൽ ചെറിയ കസേര വെച്ചിരുത്തിയപ്പോ ആ ഉണ്ടായ ഒരു അനുഭൂതി ഇപ്പൊ കിട്ടുന്നില്ല എന്നാണ് പറയാതെ പറഞ്ഞു പോയത്. ആ കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഒരുപാടൊന്നും ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ഈ വേദികളിലൊന്നും വലിയ സ്ഥാനം കിട്ടുന്നില്ല. അതിനൊക്കെ ചില ടച്ചുകളും കണക്ഷനുകൾക്കും വേണം. എല്ലാറ്റിനും പിന്നിൽ ഓരോ കളികളാണ്. എന്ത് കളി? ഈ ആദരവിനും ബഹുമാനത്തിനും സ്റ്റേജിക്കും വേണ്ടി പഠിച്ചതാണെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ. അള്ളാഹ്ക്കും വേണ്ടി ഇഖ്ലാസോടെ പഠിച്ച ആളുകൾക്ക് തന്നെത്താൻ അള്ളാഹു വേദിയില്ലെങ്കിൽ അനുഭൂതി വേറെ കാര്യത്തിലും അള്ളാഹു നൽകും. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഒരക്ഷരം ആർക്കെങ്കിലും പഠിപ്പിച്ചാൽ കിട്ടുന്ന അനുഭൂതി സ്റ്റേജിൽ തന്നെ കയറണമെന്നില്ല. സ്റ്റേജിൽ കയറി വലിയ ആളാവാൻ വേണ്ടി മാത്രം പഠിച്ചവന്റെ ഇൽമ് അത് ഉപകാരപ്പെടുന്ന ഇൽമോ അല്ല. അത് അവന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താലും ഉപകാരപ്പെടില്ല, ആഖിറത്തിൽ അവന് ഉപകാരപ്പെടുകയില്ല. അവന്റെ ആ അറിവിനുള്ള പ്രതിഫലം സ്വർഗമായിരിക്കില്ല, നരകമായിരിക്കും. ആളുകളെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി പഠിച്ചതല്ലേ എന്നും പറഞ്ഞ് അള്ളാഹു അവനെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് ഹദീസിലും ഖുർആനിലും ഒക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാഹു ഈ പറയുന്നവരെയും ഒക്കെ ഈ കേൾക്കുന്ന നമ്മളെയും ഒക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെ മക്കളെയും മുഖ്ലിസീങ്ങളായ ഉലമായിൽ പെടുത്തട്ടെ. ഹിദായത്ത് വിട്ടുപോകുന്ന അവസ്ഥ ആർക്കും നൽകാതിരിക്കട്ടെ. നമ്മളെയും ആ കുട്ടിയെയും മക്കളെയൊക്കെ അള്ളാഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കൾ ഈമാനുള്ളവരിൽ ഉൾപ്പെടുത്തി ഈമാനോടെ മരിപ്പിച്ചു തരട്ടെ. ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുകയും വേണം. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരൊക്കെ നല്ല ഉസ്താദുമാരാണ്. എന്തോ കുട്ടിക്ക് എവിടെയോ ഒരു പറ്റിപ്പോയി. അള്ളാഹു മാപ്പാക്കി ഹിദായത്തിനെ അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى. أرأيت إن كان على الهدى أو أمر بالتقوى. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى.
كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഇതാണ് ആ സൂറത്ത്. എവിടെയെങ്കിലും മരത്തണലിലേക്ക്, മരത്തിന്റെ ചുവട്ടിലേക്ക് അങ്ങ് മാറി നിന്ന് 3 വട്ടം ഓതി നെഞ്ചിലൂതുക. കൈ രണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് ഫയലുകളും കടലാസും ബാഗും ഒക്കെ ഒന്ന് കക്ഷത്തിനടിയിലോ മറ്റേ ഇറുക്കി വെച്ച് കയ്യിലേക്ക് ഊതുക. ആ കൈ കൊണ്ട് മുഖം തടവി 3 പ്രാവശ്യവും ചൊല്ലി, ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 3ഉം കൂടെ ഓതിക്കഴിഞ്ഞ് ഒന്നായിട്ട് ഊതി തടവിയാലും കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്നൊന്നും നാവിന്ന് അതിന്റെ ബർക്കത്ത് പാറിപ്പോവില്ല. ഖുർആൻ ഓതിയതിന്റെ ആ ചൂടും കാറ്റും നനവുള്ള ചെറിയ തുപ്പുനീരൊക്കെ ആയിട്ട് മുഖത്ത് തേക്കുമ്പോഴാണ്. തുപ്പിയിട്ട് തേച്ചേക്കരുതിന്, ചെറുതായി ഊതുമ്പോൾ ഒരു നനവൊക്കെ തെറിയുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മുഖം തടവി ഒരാളെ സമീപിച്ചാൽ അയാൾ നമ്മോട് വളരെ ആദരവോടെ പെരുമാറുന്നതായി കാണുവാൻ സാധിക്കും. അള്ളാഹു നമ്മയൊക്കെ ആ നിലയിൽ ഖുർആൻ കൊണ്ട് എല്ലായിടത്തും വിജയിക്കുന്ന ആളുകളിൽ പെടുത്തട്ടെ. ഖുർആൻ എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ഓതണം കേട്ടോ. ഇങ്ങനെയുള്ള ട്രിക്കുകൾ മാത്രമായിട്ട് ഖുർആൻ എന്തോ ഒരു മന്ത്രത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് അതിനകത്തുള്ളത് എന്ന ചിന്തയും പാടില്ല. അതേസമയം വെറും ഓതാനുള്ളത് മാത്രമല്ല, മന്ത്രവും ഉണ്ട് എന്നും വിശ്വസിക്കണം. വെറും ഓതാനുള്ളത് മാത്രമാണ് മന്ത്രമല്ല എന്ന് പറയുന്ന സലഫികളെ പോലുള്ള ആളുകൾ കൂട്ടത്തിൽ പെടുകയും വേണ്ട. അള്ളാഹു നമ്മുടെ ഹിദായത്തൊക്കെ നിലനിർത്തി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ദുആ ചെയ്യുന്നു. എല്ലാ വേദനിക്കുന്നവർക്കും അള്ളാഹു സാന്ത്വനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.